രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം. ലങ്കയിലെ അശോകവനികയിലുള്ള ശിംശിപാവൃക്ഷ ചുവട്ടിൽ വന്ന് സീതയെ സ്വന്തമാക്കാനുള്ള അടവുകൾ രാവണൻ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കുകയാണ്. സാമദാന ഭേദദണ്ഡങ്ങളാണല്ലോ ചതുരുപായം. സാമം, ദാനം, ഭേദം പ്രയോഗിക്കാൻ തുടങ്ങുന്നു. ദണ്ഡമൊടുക്കത്തെ ശിക്ഷകളാണ്. അതിനിടയിൽ രാക്ഷസികൾ പല രീതിയിലും സീതാദേവിയെ ഉപദ്രവിക്കുന്നുണ്ട്. ആ മരച്ചുവട്ടിൽ സീതാദേവി ഒരുപക്ഷെ താൻ രാവണൻ പിടിച്ചു കൊണ്ടുവരുമ്പോഴുള്ള മുടിക്കെട്ട് ഇതുവരെ അഴിച്ചിട്ടില്ല, വസ്ത്രം മാറിയിട്ടില്ല, കുളിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. വേഷവിധാനങ്ങളൊക്കെ അതേപോലെ ഒരു മരച്ചുവട്ടിൽ വെയിലും മഴയും മഞ്ഞും കൊണ്ട് കഠിന തപസ്വിനിയായ കഠിനവ്രതയായിട്ടിരിക്കുകയാണ്. രാമൻ മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിവാഹിതയായ ഭാരത സ്ത്രീകളുടെ ഒരു പതിവ്രതാ ധർമ്മത്തിൻ്റെ ഒരു ഉജ്ജ്വല രൂപമാണ് സീതാദേവി ആ മരച്ചുവട്ടിൽ കണ്ടത്. അത് ഹനുമാൻ അത് കാണുമ്പോൾ തന്നെ ആ രാമവിഗ്രഹത്തെ ഓർത്ത് രാമദൂതൻ എന്നുള്ള നിലയിൽ ഹനുമാന്റെ നെഞ്ചകം പെടഞ്ഞു എന്നാണ് പറയുന്നത്. താഴെ വന്ന് രാമരാമ ചൊല്ലി സീതക്ക് ആദ്യം വിശ്വാസം വരുന്നില്ല. കാരണം ആ നിലയിൽ രാക്ഷസന്മാരും പല രീതിയിൽ പല വഞ്ചനകളും നടത്തുന്നവരാണ്. ഈ വന്നത് രാക്ഷസനാണോ അല്ല രാമദൂതനാണോ? അങ്ങനെ രാമൻ്റെ അടയാളങ്ങൾ രാമനെ കണ്ടാൽ എങ്ങനെ, രാമൻ്റെ പ്രകൃതം എങ്ങനെ, അത് നേരിട്ട് കണ്ടറിഞ്ഞ ഒരാൾക്ക് മാത്രമേ യഥാവിധി പറയാൻ പറ്റൂ. ഹനുമാൻ അതൊക്കെ പറഞ്ഞു. ഒടുവിൽ ഹനുമാരുടെ കയ്യിലുള്ള ചൂട്ടാരത്നം, രാമൻ്റെ കയ്യിലുള്ള മുദ്രമോതിരം, അതാണ് രാമൻ കൊടുത്തത്. മുദ്രമോതിരം കൊടുത്ത് സീത തിരിച്ചിങ്ങോട്ട് ചൂടാരത്നം കൊടുക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ മോതിരം എന്നുള്ളത്, മോതിരം നമ്മൾ കൈകളിലാണ്, വിരലിലാണ് അണിയുക. വിരൽ ഉള്ള കൈ കർമ്മത്തിൻ്റെ അടയാളമാണ്. കൈകൾ കൊണ്ടാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു 70-80% പൂർത്തീകരിക്കുന്നത് കൈകൾ കൊണ്ടാണ്. അപ്പോൾ ഈ മുദ്രമോതിരം കൊടുത്തതിൻ്റെ അർത്ഥം അതായത് കർമ്മത്തെ കൊടുക്കുക. ഞങ്ങൾ 10,000-കണക്കിന് വാനരന്മാരെ അവിടെ വരികയാണ് എന്ന്. തിരിച്ച് ചൂടാരത്നം കൊടുക്കുന്നത്, ചൂടാരത്നം മുടിയിൽ ചൂടുന്നതാണ്. അത് ബുദ്ധിയുടെ അടയാളമാണ്, ജ്ഞാനത്തിൻ്റെ അടയാളമാണ്. ഒരർത്ഥത്തിൽ മുദ്രമോതിരം കൊടുത്ത് ചൂടാരത്നം വാങ്ങി എന്ന് പ്രത്യക്ഷമായി തോന്നുമെങ്കിലും കർമ്മത്തെ കൊടുത്ത് ജ്ഞാനത്തെ വാങ്ങി. അത് പല രീതിയിലെടുക്കാം. കർമ്മത്തെ ഹനുമാന്റെ ലങ്കയിലേക്കുള്ള ആ മഹനീയമായ ഉദ്യമം വലിയ കർമ്മമാണ്. അങ്ങനെ വലിയ കർമ്മം ചെയ്യുന്നവർക്ക് ജ്ഞാനം കിട്ടും, സിദ്ധി കിട്ടും, അറിവ് കിട്ടും എന്ന് സൂക്ഷ്മാർത്ഥത്തിൽ നമ്മൾ എടുക്കണം. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹനുമാന് വെറും കൈയോടെ മടങ്ങിപ്പോകാൻ താല്പര്യമില്ല. ഇതിന് യഥാവിധി പ്രതികാരം ചെയ്യണം. ചെറുതെങ്കിലും ഞാനിവിടെ വന്നത്, രാമദൂതൻ ഇവിടെ വന്നത് ആ സാക്ഷാൽ രാവണൻ അറിയണം. ആ രാവണനെ ഒന്ന് അവൻ്റെ സഭാഗൃഹത്തിൽ പോയി കാണണമെന്ന് ഏതൊരു വീരനും. ഞാൻ ഭീരുവല്ല, ഭീരുവായി വന്ന് ഒളിച്ചു വന്ന് പോകുന്നവനല്ല, ധീരനായിട്ട് ഈ ലോകം കാണുകയാണ് വന്നതെന്ന് കാണിക്കാൻ ഹനുമാൻ പുറപ്പെട്ടു. അശോകവനം തച്ച് തകർത്തു. രാക്ഷസ സേനകൾ അങ്ങനെ 80,000-ഓളം ആ അശോകവനിയിലുള്ള സംഘർഷത്തിൽ 80,000 രാക്ഷസന്മാരെയാണ് ഹനുമാൻ കൊന്നൊടുക്കിയത്. ജംബുമാലി തുടങ്ങി 7 മന്ത്രിപുത്രന്മാരെ വധിച്ചു. ഒടുവിൽ രാവണൻ തൻ്റെ മകനായ അക്ഷകുമാരനെ ഹനുമാരെ വധിക്കാൻ അയക്കുന്നുണ്ട്. അക്ഷകുമാരന് ശിരസ്സുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലായിട്ട് സാക്ഷാൽ ഇന്ദ്രജിത്ത് മേഘനാഥൻ്റെ വരവായി. മേഘനാഥനും പരാജയം മണത്തപ്പോൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ഹനുമാന്റെ നേരെ. ബ്രഹ്മാസ്ത്രം ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാത്ത സമയത്ത് പ്രയോഗിക്കേണ്ട ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്ര ബന്ധനവും ബ്രഹ്മാസ്ത്രത്താലുള്ള ദുരന്തവും അല്ലെങ്കിൽ മൃത്യുവും ഹനുമാൻ ഉണ്ടാവില്ല എന്ന് വരം കിട്ടിയ വരമുണ്ട്. ഹനുമാൻ ബ്രഹ്മാസ്ത്രത്തെ ശരീരബന്ധനമാക്കി കയറാൽ ബന്ധിക്കപ്പെട്ട് രാക്ഷസന്മാരെല്ലാം വലിയ രീതിയിൽ ഹനുമാനെ പിടിച്ച അഹങ്കാരത്തിൽ കൂക്കി വിളിച്ച് ഹനുമാനെ അടിച്ചു
തൊഴിച്ചും ശകാരിച്ചും അങ്ങനെ വളരെ ആഘോഷമായിട്ട് ഹനുമാൻ ലങ്കയിൽ രാക്ഷസ സാമ്രാജ്യത്തിൽ, രാക്ഷസ നഗരിയിൽ, രാവണ കോട്ടയിൽ, രാവണൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു.